ഹായ്, അപ്പം നമുക്ക് പഴംപൊരി ഉണ്ടാക്കുന്ന എല്ലാവരെയും വീഡിയോയിലുള്ളതാണ്. ജസ്റ്റ് വീട്ടിൽ ഒരു സംഭവം കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, ഒരു അര ടീസ്പൂണ് അരിപ്പൊടി, പിന്നെ പഞ്ചസാര 1 സ്പൂണ്. ഇതൊക്കെ കൈക്കണക്കിനനുസരിച്ചിട്ടാട്ടോ എടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഈസ്റ്റ് ഇടുന്നത് ഞാൻ ആദ്യമായിട്ട് ഇന്ന് യൂട്യൂബ് വീഡിയോ കണ്ടപ്പോഴാണ് ഈസ്റ്റ് ഇടുന്ന സംഭവം മനസ്സിലായത്. ആദ്യമൊന്നും ഈസ്റ്റ് ഇടാറില്ല. ഞങ്ങൾ സാധാ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് അധികം മൈദ ഉപയോഗിക്കലില്ലായിരുന്നു. ഇന്ന് മൈദയിൽ ചെയ്താലും അപ്പോൾ ആവശ്യത്തിന് വെള്ളം പാർന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ സ്പൂൺ കൊണ്ട് കഴിയാത്തതുകൊണ്ട് ഞാൻ കൈകൊണ്ടാണ് ചെയ്തത്. ഞാൻ അതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. നല്ലോണം കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ നല്ലോണം യോജിച്ച് വരുമല്ലോ. ശേഷത്തിന് കുറച്ചും കൂടി വെള്ളം പാരുന്നുണ്ട്. നല്ലോണം മിക്സാക്കി വെച്ചിട്ട് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ 3 പഴമാണ് എടുത്തത്. അത് വലിയ പഴമാണ്. ജസ്റ്റ് ഞാൻ വീട്ടിൽ വെക്കുമ്പോൾ നടു മുറിച്ചിട്ടാണ് എടുക്കാറ്. ഇന്നിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മുഴുവനായിട്ടാണ് കട്ട് ചെയ്തെടുക്കൽ. മിക്സ് ചെയ്ത് പഴം മുറിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു കേട്ടോ. 3/4 മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ചെയ്യുന്നത്. പഴം മുറിച്ചിട്ട് നല്ലോണം അതിൻ്റെ മുകളിലൂടെ ബാറ്ററൊക്കെ ആക്കിയിട്ട് ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. അതൊക്കെ പിന്നെ നിങ്ങൾക്ക് അറിയുന്നില്ല. പിന്നെ ചട്ടി ചൂടാവാൻ വെച്ച് ഓയിൽ പാർന്ന് നമുക്ക് അതിലേക്ക് ഇട്ടാൽ സൂപ്പർ പഴംപൊരി റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.